വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇമെയിൽ വിവാദത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നോട്ടപ്പുള്ളി ലിസ്റ്റിലുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ വേദിയിൽ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഷാനവാസ് വന്നാൽ, ഷാനവാസ് ഞാനും മാത്രമേ ആ ഒരു ദർജയിലുള്ള ആളുകളായിട്ട് ഇവിടെ ഉള്ളൂ. ഇപ്പോൾ പൊതുവെ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വലിയ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മദീനത്ത് ഒരു 2 കാറ്റഗറി ഉണ്ടായിരുന്നു റസൂലിന്റെ കാലത്ത്. എന്നുവെച്ചാൽ ബദറിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും. അതേമാതിരിയുള്ള ഒരു കാറ്റഗറി ഏതാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഈ ലിസ്റ്റിൽ പെട്ടവരും പെടാത്തവരും. അങ്ങനെ ഒരുതരം ബദരീങ്ങളുടെ ദർജയിൽ നിന്നുകൊണ്ടാണ് പല സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് പല യുവ സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ദർജയിലേക്ക് ഉയർത്തിയതിന് ഉമ്മൻചാണ്ടിക്ക് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ആ ഒരു ദർജയിൽ നിൽക്കുമ്പോഴും അതിൻ്റെ ഒരു അഭിമാനം മനസ്സിലുള്ളപ്പോഴും ചെറിയൊരു മനോവിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്റലിജൻസിന്റെ ലിസ്റ്റിലായി പോയല്ലോ പെട്ടത് എന്നുള്ളതാണ്. ഒരെരല്ല, നമ്മളെ ഇന്റലിജൻസിന്റെ ലിസ്റ്റാണല്ലോ ഇത്. അതിന്റെ കഥ എന്താ നമുക്കറിയാം. അതിന്റെ കഥ എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ കഥന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ, നവംബർ 3-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജയമോഹൻ സാറ് ഹേമചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് ഈ കത്ത് എഴുതുന്നത്. ഹൈ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഹൈടെക് ക്രൈം എൻക്വയറി സെൽ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. അതിന്റെ അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് നവംബർ 3-ാം തീയതി കത്ത് എഴുതുന്നത്. ഏതാണ്ട് ഡിസംബർ 3 മേരിക്കുന്നില്ല എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്റലിജൻസ് എന്താണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പൊ ഇതുമായിട്ട് ഇതിന്റെ ലിസ്റ്റ് പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിലവാരമുള്ള സംഗതി അല്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അപ്പൊ ഇന്റലിജൻസിന് രഹസ്യാന്വേഷണം എന്നുള്ളതിനാണ് ഇവരിപ്പോ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ബുദ്ധി എന്നുള്ളൊരു ഒരു മാനയും കൂടി ഉണ്ടല്ലോ, ഒരർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്താ നമുക്കറിയാം. നമ്മളടുത്ത് ഈ ടൈപ്പുള്ള ആളുകൾ വരാറുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ടാവും കുറച്ച് ആളുകൾ. അപ്പൊ അവർ വന്നിട്ട് പിന്നെ കാര്യമായിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കും. സോൾട്ടാറ്റി മറ്റേ അത് SIO ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവർ കിട്ടി എന്നുള്ള മടലും കണക്കെ വീർപ്പിച്ച് മസിലൊക്കെ എടുത്തിട്ടൊക്കെ എഴുതിയെടുക്കും. ഈ സംഗതികൾ നമ്മുടെ പ്രസ് റിലീസിലും പോസ്റ്ററിലൊക്കെ വന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്തോ രഹസ്യ വിവരങ്ങൾ എന്ന മട്ടിൽ മൗറോട്ടിൽ കൂടി നടന്നാൽ വായിക്കാൻ പറ്റുന്ന വിവരങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ എഴുതിയെടുത്തിട്ട് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആയിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കും. ഇതാണ് ഇന്റലിജൻസ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അതിനാണ് ഇവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചോ? അല്ലെ കേസുകൾ, ഇവിടെ ഒരുപാട് കേസുകളെ കുറിച്ച് പറഞ്ഞു. കാശ്മീർ ഏറ്റുമുട്ടലാകട്ടെ, മറ്റേ അതാവട്ടെ, ഇതിലേതാണ് ഇവർ തെളിയിച്ചതല്ലേ ഇവർ മുൻകൂട്ടി കണ്ടത്? എന്താ ഉള്ളത്? ഇപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളാണ് സംജോത, മലേഗാവ്, മക്ക മസ്ജിദ്, ഈ ജാതി സ്ഫോടനങ്ങൾ. ഇതെങ്ങനെയാ പുറത്തേക്ക് വിവരം വന്നത്? കേണൽ പുരോഹിത് എന്ന് പറയുന്ന ഒരു RSSകാരൻ, പട്ടാള ഉദ്യോഗസ്ഥൻ, പട്ടാളത്തിൽ നിന്ന് RDX മോഷ്ടിച്ച് ഇവിടെയൊക്കെ സ്ഫോടനം നടത്തി. പട്ടാള ഉദ്യോഗസ്ഥൻ പട്ടാളത്തിൽ നിന്ന് RDX മോഷ്ടിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഇന്റലിജൻസ് ആണ്. അവസാനം അത് വെളിച്ചത്ത് വന്ന എങ്ങനെയാ? മക്ക മസ്ജിദ് സ്ഫോടനത്തിൽ അകപ്പെട്ട ഒരു നിരപരാധിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് വേറൊരു കേസിൽ അവിടെ കിടക്കുന്ന സ്വാമി അസീമാനന്ദക്ക് എന്തോ സഹതാപം തോന്നി പറഞ്ഞപ്പോ ആ ഒരു കൺഫെഷനാണ് വലിയ ഒരുപാട് സ്ഫോടന പരമ്പരകളുടെ ചുരുളയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു. അപ്പോൾ സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി പതാളെ പറയുന്നത്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിൽ എന്ത് ഇൻപുട്ട് നൽകാനാണ് ഇന്റലിജൻസിന് കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും ഇന്റലിജൻസ് ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടായത്. ഈ ലിസ്റ്റിന്റെ നിയമപരമായിട്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ പൗരൻ സാറ് കുറെ അത് പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത്
ഉമ്മൻചാണ്ടി വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയേ അല്ല. അങ്ങനെ ഒതുക്കി തീർക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെയാ പറഞ്ഞത്, അതൊക്കെ കഴിഞ്ഞില്ല, ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനത്തോടുകൂടി അതൊക്കെ ക്ലോസ് ആയി എന്നാണ്. സുഹൃത്തുക്കളെ, ഇത് ക്ലോസ് ആകാൻ പോകുന്നില്ല. ഈ ചെറുപ്പക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം, സോളിഡാരിറ്റി പ്രസ്ഥാനം ഈ മണ്ണിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന് മറുപടി പറയാതെ ഈ വിഷയത്തിലെ ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചങ്കിൽ ചോരയുള്ളിടത്തോളം കാലം ഈ വിഷയം ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. കാരണം ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ, ഒരു ജനതയുടെ അന്തസ്സിനെ, ഒരു ജനതയുടെ നിലനിൽക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ധിക്കാരപൂർണമായ നടപടിയാണ്. ഉമ്മൻചാണ്ടി രാജ്യരക്ഷയെക്കുറിച്ചാണ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്താ മനസ്സിലാക്കുന്നത്? രാജ്യമെന്ന് പറഞ്ഞാൽ എന്താ? രാജ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ്, ഞാനും കൂടി ഉൾപ്പെടുന്നതാണ്, എന്റെ കൂടി രക്ഷയാണ്. രാജ്യം ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ UDF സർക്കാരിന്റെയോ ഹേമചന്ദ്രന്റെയോ തറവാട്ട് സ്വത്തല്ല എന്ന് മനസ്സിലാക്കണം. ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ സുരക്ഷയെ, ഞങ്ങളുടെ സ്വകാര്യതയെ, ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ട് നിങ്ങളുടേതായ ഒരു രാജ്യം സൃഷ്ടിക്കുകയും അതിന്റെ സുരക്ഷ അതങ്ങ് നടപ്പിലാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത്ര സുരക്ഷ നിങ്ങൾക്ക് കിട്ടൂല എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ സുരക്ഷിത ബോധത്തോടുകൂടി നിങ്ങൾ മാത്രം കഴിയുന്നൊരവസ്ഥ വരില്ല. ഇത് വൺ വേ ട്രാഫിക് അല്ല. സുരക്ഷ എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല. ഞങ്ങൾക്ക് സുരക്ഷയില്ല, നിങ്ങൾക്ക് സുരക്ഷയില്ല. അത്രയാ വിഷയത്തിൽ പറയാനുള്ളത്. രാജ്യസുരക്ഷ, രാജ്യമെന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? രാജ്യമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോ വ്യക്തികളും ഓരോ പൗരന്മാരും അടങ്ങുന്നതാണ്. ആ പൗരന്റെ മൗലികമായ ഓരോ പൗരാവകാശങ്ങളും ഉൾപ്പെടുന്നതാണ്. ഈ പൗരാവകാശങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് സ്വകാര്യത എന്ന് പറയുന്ന അവകാശം, റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ഈ പ്രൈവസിക്ക് മേലാണ് നിങ്ങൾ ഒന്നാമതായി കൈവച്ചിരിക്കുന്നത്. രണ്ടാമത്തതാണ് വിവേചനത്തിന് അതീതമായി നിൽക്കുവാനുള്ള അവകാശം. ഇവിടെ നിങ്ങൾ ഒരു വിവേചനം ചെയ്യപ്പെട്ട, വിവേചനത്തിന് വിധേയനായ അല്ലെങ്കിൽ അർദ്ധപൗരനായിട്ടാണ് ഞാനടക്കമുള്ള 268 പേരെ കാണുന്നത്. ഈ 268 പേരോടും ഈ വിഷയത്തിൽ സമാധാനം പറയാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നിസ്സംശയം പറയുക, ഇത് ഉയർത്തേണ്ട ഓരോ സന്ദർഭത്തിലും ജനകീയമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി, നിയമപരമായി ഇത് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളുടെ ഒരു സ്വഭാവം, അതിന്റെ ഒരു രാഷ്ട്രീയ വിവക്ഷ എന്താണ് എന്ന് അന്വേഷിക്കാനാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ രസകരമായ ഒരു കാര്യം, മൊത്തം പ്രതികരണങ്ങൾ എനിക്ക് ഏറ്റവും, ഞാൻ പ്രതികരണങ്ങൾക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമദാനി സാഹിബിന്റെ പ്രസ്താവനക്കാണ്. മൂപ്പര് പറഞ്ഞെന്താന്ന് വെച്ചാൽ, മൂപ്പര് പേര് ഉണ്ടെന്നും ഇല്ലാന്നും ഫീഹി കൗലൈനി, രണ്ടഭിപ്രായമുണ്ട്. മൂപ്പരുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ട്, നമ്മളൊക്കെ വായിച്ചത്. അതിനെക്കുറിച്ച് മൂപ്പര് പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് ഞമ്മക്ക് തീവ്രവാദം എന്തോന്നില്ല, അത് തീവ്രവാദ ബന്ധമുള്ള വേറെ ഏതോ ഒരു ഫൗണ്ടേഷനാണ്, നമ്മളുടെ പേരേ അല്ല അത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ അർത്ഥം എന്താ? ഇതിൽ കിടക്കുന്ന ബാക്കി പേരൊക്കെ തീവ്രവാദ ബന്ധമുള്ള പേരാണ് എന്ന് പറഞ്ഞാൽ PV അബ്ദുൽ വഹാബും മൂപ്പരുടെ ബിസിനസ് സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ തീവ്രവാദികൾ ആണെന്നാണ് അതിന്റെ വേറൊരർത്ഥം. സമദാനി സാഹിബിന് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവുകളും സഹതാപങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്കില്ലാത്തൊരു പ്രശ്നം മൂപ്പർക്കുണ്ട്. നമുക്ക് ഈ ഉമ്മൻചാണ്ടിന്റെയും ഹേമചന്ദ്രന്റെയും ജക്കബ് ഉന്നൂസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കി അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അവരെന്താണ് നമ്മളെ കാട്ടാൻ പോണത് എന്ന് നോക്കി നടന്നാൽ മതി. മൂപ്പർക്ക് അതല്ല, ഈ ഇരുനിര എന്ന് പറയണ മാതിരി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ശ്രദ്ധിക്കണം. കാരണം ഈ മുൻ സിമി എന്ന് പറയുന്ന ഒരു ടാഗ് ഉള്ളത് കൊണ്ട് ഭരണകൂടം പിന്നാലെ കൂടും. ഇതുകൊണ്ട് ഇതിനകത്തുള്ള ആൾക്ക്, ലീഗിനകത്തുള്ള ആളുകൾക്ക് ഇതുവരെ ഒരു കബൂലായിട്ടില്ല. ഇതിപ്പോ എന്താപ്പത്, ഈ മുൻ സിമിയാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് സംശയം, ഇവിടുന്ന് സംശയം, അപ്പുറത്തും സംശയം, ഇപ്പുറത്തും സംശയം. എന്താണ് ഈ കന്തക് യുദ്ധത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ, ഇടത്തുനിന്നും വലത്തുനിന്നും മോൾന്നും താഴ്ന്നും. ആ ഒരവസ്ഥയിലാണ് മൂപ്പര ഒരിത്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നേരത്തെ ആ സിമി എന്ന് പറയുന്ന ചാപ്പയെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല അത്.
പിന്നെ സമദാനി സാഹിബിന് എത്ര കാലമായി സംസ്കൃത ശ്ലോകമൊക്കെ എത്ര ചൊല്ലി നോക്കി മൂപ്പര്. സംസ്കൃത ശ്ലോകം, കബീറിന്റെ പദ്യം അല്ലാമ ഇക്ബാലിന്റെ പദ്യം ഒപ്പം പാടി നോക്കി. ഈ കളി മുഴുവൻ കളിച്ചിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാ ഒഴിവാക്കാൻ പറ്റുക? സമദാനി സാഹിബിന്റെ കാര്യം പോട്ടെ, സിദ്ദീഖിന് പോലും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഈ ടി സിദ്ദീഖ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് എത്ര അടി വാങ്ങി അച്യുതാനന്ദന്റെ അടുത്ത്? ഒരു സീറ്റ് കൊടുത്തില്ല. സീറ്റിന്റെ ഏതാണ്ട് എല്ലാ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ എല്ലാ സഹായത്തോടും സീറ്റിന്റെ അടുത്തെത്തുമ്പം ഈ കടലാസം പോവും. ഏത്? മുൻസിമി. ഇത് വന്നു കഴിഞ്ഞാൽ ആ വാതിലിടുന്നു. ഈ മുൻസിമി എന്ന് പറഞ്ഞാൽ എന്താ? അത് വേറൊരു സംഗതിയാണ്. നമ്മള് ഇപ്പൊ മൊത്തത്തിൽ ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഏതാണ്ട് എല്ലാവരുടെയും ഒരു പ്രൊഫൈൽ നോക്കിയാൽ മനോരമ ബാലജന സംഖ്യത്തിൽ ഏതാണ്ട് എല്ലാവരും അതിന്റെ ക്യാമ്പിലോ അതിന്റെ പ്രഭാഷണ പരിപാടിയിലോ സ്കൂൾ ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ടാവും. അതേമാതിരിയാണ് ഈ പാവം സിദ്ദീഖ് ഏതോ കാലത്ത് സിമിന്റെ ഏതോ പ്രസംഗ മത്സരത്തിന് പോയതാണ്. അതാണ് ഈ മുൻസിമി. AICC ഓഫീസിൽ ലിസ്റ്റ് എത്തുമ്പോൾ ഈ ഫയൽ അങ്ങോട്ട് പോകും, മുൻസിമി. അപ്പൊ സിദ്ദീഖിന് രക്ഷപ്പെടാൻ കഴിയാത്ത സമദാനിക്കാർ രക്ഷപ്പെടാൻ കഴിയുന്നത്. ഈ ചാപ്പയുണ്ടല്ലോ സുഹൃത്തുക്കളെ, അത് അത്ര എളുപ്പം കുടഞ്ഞു തെറിപ്പിക്കാൻ കഴിയുന്ന സംഗതിയല്ല. എത്ര കുടഞ്ഞു തെറിപ്പിച്ചാലും അവസാനം കുളിമുറിയിൽ കയറുമ്പോൾ ആ ചാപ്പ അവിടെ ഉണ്ടാവും. അതാണ് ഈ മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്നതിന്റെ അതിന്റെ ഒരു അതിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഈ നിങ്ങൾ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ടും കാര്യമില്ല, കബീറിന്റെ പദ്യം ചൊല്ലിയിട്ടും കാര്യമില്ല. ഇതിനെ വേട്ടയാടുവാൻ ഇവിടെ ഒരു ഡിസൈൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗ്രാൻഡ് ഡിസൈൻ മറക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ SM കൃഷ്ണ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൽ പോയിരുന്നു. മൂപ്പരവിടെ അവരുമായിട്ടുള്ള ചർച്ചയിൽ, ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ അതിൻ്റെ ഒടുവിൽ പറഞ്ഞത്, നമ്മൾ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ നമുക്ക് ഇനി ഒത്തൊരുമിച്ച് പോകണം. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ കുറച്ചൊരു അഭിമാനം തോന്നിയിട്ട്, ഇതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകുമല്ലോ, ഒരു നിലവാരമുള്ള ഒരു കക്ഷിൻ്റെ എത്തുമല്ലോ. ഈ ഇന്റലിജൻസിന്റെ കയ്യിലല്ല, കുറച്ചും കൂടി ഒരു എര എന്ന് പറയാവുന്ന ഒരാളുടെ കയ്യിൽ നമ്മളൊക്കെ പേരെത്തുകയാണെങ്കിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ്. അഹമ്മദ് സാഹിബും കൃഷ്ണയൊക്കെ ഇങ്ങനെ ഷട്ടിലടിക്കുന്നത് വെറുതെ അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഗ്രാൻഡ് ഡിസൈനാണ്. ഇസ്രയേലും അമേരിക്കയും നാഗ്പൂരിലെ RSS ആസ്ഥാനവും ഇന്റലിജൻസ് ബ്യൂറോവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ തിരിച്ചറിഞ്ഞ അപൂർവം ആളുകൾ, അപൂർവം പ്രസ്ഥാനങ്ങൾ, അതിനെ നെഞ്ചു വിരിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ വേട്ടയാടപ്പെടുന്നവരുടെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ പ്രശ്നം വന്നപ്പോൾ പ്രതികരണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ടെലിവിഷൻ ചാനലുകളിൽ സാധാരണ സർക്കാരിൻ്റെ ഒരു നടപടിയാകുമ്പോൾ സർക്കാർ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് കൂടുതൽ ഉശിരോടെ രംഗത്ത് വരേണ്ടത്. പക്ഷെ ഏറ്റവും ഉശിരോടെ രംഗത്ത് വന്ന ഒരാള്, സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാള് കെ സുരേന്ദ്രനാണ്, യുവമോർച്ചയുടെ നേതാവ്. സർക്കാരിന്റെ നടപടിയെ ന്യായീകരിക്കാൻ എന്തിനാ ഒരു MLA പോലും ഇല്ലാത്ത യുവമോർച്ചക്കാർ ഇത്ര ആവേശത്തിൽ വരുന്നത്? അപ്പം ബന്ധം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. RSSും ഇന്റലിജൻസും തമ്മിലുള്ള, യുവമോർച്ചയുടെ BJPയുടെ താല്പര്യങ്ങളും കേരള പോലീസിന്റെ താല്പര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പിന്നെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്ന മറ്റൊരാൾ യൂത്ത് ലീഗിന്റെ നേതാവ് ഷാജിയാണ്. ഏതാണ്ട് സുരേന്ദ്രനും ഷാജിയും പറയുന്നത് ഏതാണ് ഷാജിൻ്റെത് ഏതാണ് സുരേന്ദ്രൻ്റെത് എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. എനിക്കിപ്പോ തോന്നണത് ഇതിപ്പോ വെറുതെ രണ്ട് സംഘടന ഇങ്ങനെ പ്രവർത്തിച്ച് എന്തിനാണ് മൈക്കിന്റെ പൈസ കുറെ പോണ്, പോസ്റ്ററിന്റെ പൈസ കുറെ പോണ്, സമയം വെറുതെ കളയണേ. ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക. ഞാനൊരു